ഇനി നാലാമതൊരു അയ്യപ്പനുണ്ട്. ആ അയ്യപ്പൻ അദ്ദേഹം 12 രാജകൊട്ടാരത്തിലൊരു രാജകുമാരിയെ കയറി പ്രേമിച്ചു. ഈ രാജകുമാരിയെ പ്രേമിച്ച അയ്യപ്പനെ ശബരിമലയിൽ വെച്ചിട്ട് അമ്പ ചെയ്ത് കൊന്നു, അല്ലെങ്കിൽ തലവെട്ടി കൊന്നു എന്ന് പറയുന്ന സംഭവം. അങ്ങനെ ഈ കൊല്ലപ്പെട്ട അയ്യപ്പൻ്റെ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി, പ്രേതം ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള പൂജ നടന്നു. അതിൻ്റെ ഭാഗമായി 36 ആടുകളെ എല്ലാ വർഷവും അവിടെ വെച്ച് ബലി കൊടുക്കും. അപ്പോൾ ഈ 4 അയ്യപ്പന്മാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. മലയരെ രാജകുമാരിയിൽ രാജാവിനുണ്ടായ മണികണ്ഠൻ ലാസ്റ്റ് അയ്യപ്പൻ വരുന്ന 1706-ലാണ്. 4 അയ്യപ്പന്മാരെ കൂട്ടിക്കുഴക്കരുത്. ഇന്ന് നമ്മൾ ജടായുവിനെ വെട്ടുന്ന ആ ചിത്രം കാണുമ്പോൾ അവിടെ ജടായുവിനെ വെട്ടുന്ന രാവണൻ ഈ ശബരിമല അമ്പലം പുതുക്കിപ്പണിഞ്ഞ കൊച്ചുമ്മൻ തരകനാണ്. അപ്പോൾ കൊച്ചുമ്മൻ തരകൻ എങ്ങനെ ഇരിക്കണമെന്ന് അറിയണമെങ്കിൽ ആ രാജാരവിവർമ്മയുടെ ചിത്രം കണ്ടാൽ മതി. അപ്പോൾ അവരുടെ ശരിയായ പേര് ബാബർ, BABUR. അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി ഒരു കഥയുണ്ടാക്കി 1836 നായന്മാരല്ലാത്തൊരു പോലീസ് ചീഫിനെ എടുത്തു. അതെൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സ് അങ്കിളായിരുന്നു. തുമ്പവൺ തെക്കേ വീട്ടിൽ പുരവിത്ത് കൊച്ചുകൊച്ചി അമിനാദാർ. ക്രിസ്ത്യാനികൾക്കൊരു ഒരു അമിനാദാരെ കൊടുത്തപ്പോൾ മുസ്ലിങ്ങൾ ചെന്ന് രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾക്കൂടെ ഒരു ആളിനെ തരണമെന്ന്. അങ്ങനെ സ്വാതിനാൾ രാജാവാണ് എൻ്റെ മുതുമുത്തച്ഛനെ ആക്കിയത്. പക്ഷേ 1862 മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കോന്നിയിലെ ഗാഫർ അലി ഖാൻ എന്ന് പറയുന്ന മുസ്ലിമിനെ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം ആയി നിയമിച്ചു. ആ സന്ധി പരമ്പരയിൽപ്പെട്ടതാണ് ചീഫ് ഹൈക്കോടതി ജഡ്ജിയും പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയുമായ പത്തനംതിട്ടയിലെ ഫാത്തിമ ബീവി ഈ ബാബറുടെ കൂടെ വന്ന ആളുകളുടെ സന്ധി പരമ്പരയിൽപ്പെട്ടതാണ്. ഞങ്ങളുടെ പ്രസിദ്ധനായ പോലീസ് SP ഉണ്ടായിരുന്നു, ആ തലമുറയിൽപ്പെട്ട ആൾ. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യം ഒരു IG ഉണ്ടായി 1939. ആ IG ഒരു മുസ്ലിമാണ്, റാവുത്തർ മുസ്ലിമാണ്. അപ്പോൾ ഈ റാവുത്തർ മുസ്ലിങ്ങളുടെ ഒരു പൂർവ്വപിതാവായി വന്ന ആളാണ് ബാബറുടെ ശരിയായ പേര് ബാബർ, BABUR. ഇദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി ഒരു കഥയുണ്ടാക്കി. കടൽ കൊള്ളക്കാരൻ കടൽ തീരത്തൊന്ന് ഇറങ്ങിയപ്പോൾ അയ്യപ്പൻ കപ്പലിൻ്റെ അവിടെ അമ്പയച്ച് അത് മുറിച്ചു, ആനയുടെ കാല് മുറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ. വാവർ ആനയും കണ്ടിട്ടില്ല, ആനപ്പുറത്തും വന്നിട്ടില്ല. ഇപ്പോൾ വാവർ മുസ്ലിമാണോ എന്ന് പറയുന്ന തർക്കത്തിൽ ചരിത്രപരമായി അദ്ദേഹം ഒരു തുർക്കിയാണ്. അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹം മുസ്ലിം അല്ല. അദ്ദേഹത്തിന് സന്ധി പരമ്പരകൾ 50 കൊല്ലം കഴിഞ്ഞപ്പം തുർക്കി ഇസ്ലാം മതത്തിൽ ചെന്നപ്പം അവിടെ ചെന്ന് ചേർന്നു. അദ്ദേഹം കടൽ കൊള്ളക്കാരനല്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇനി പരമശിവൻ്റെ അനുയായിയായ വാബുരൻ, അദ്ദേഹം പ്രത്യേക ആളാണ്. വാബുരന് ക്ഷേത്രമുണ്ട്, മധുരയിൽ വാബുരൻ ക്ഷേത്രമുണ്ട്. ഇന്ത്യയിൽ തെക്കേ ഇന്ത്യയിൽ തന്നെ വാബുരന് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അത് പരമശിവനെ അനുഗമിക്കുന്ന ഒരു പാർഷദനായ ഒരു വ്യക്തിയാണ്. ഇവർ തമ്മിൽ കൂട്ടിക്കുഴക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നാലാമതൊരു അയ്യപ്പനുണ്ട്. ആ അയ്യപ്പൻ 12 സേനയിൽ വന്ന് ജോലി ചെയ്ത ശേഷം അദ്ദേഹം 12 രാജകൊട്ടാരത്തിലൊരു ഒരു രാജകുമാരിയെ കയറി പ്രേമിച്ച് കല്യാണം വരെ സമ്മതിക്കാനൊക്കെ ശ്രമിച്ചു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായി. അവസാനം ഈ രാജകുമാരിയെ പ്രേമിച്ച അയ്യപ്പനെ ശബരിമലയിൽ വെച്ചിട്ട് അമ്പ ചെയ്ത് കൊന്നു, അല്ലെങ്കിൽ തലവെട്ടി കൊന്നു എന്ന് പറയുന്ന സംഭവം. അങ്ങനെ ഈ കൊല്ലപ്പെട്ട അയ്യപ്പൻ്റെ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി, പ്രേതം ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള പൂജ നടന്നു. അതിൻ്റെ ഭാഗമായി 36 ആടുകളെ എല്ലാ വർഷവും അവിടെ വെച്ച് ബലി കൊടുക്കും. ചിലപ്പം കോഴി ബലിയും കൊടുക്കും. 1936 ക്ഷേത്രപ്രവേശന വിളംബരം വന്ന ശേഷം ഈ ആടിനെ ബലി ഒഴിക്കുന്നത് നിർത്തി. 1936 വരെ ഈ കുരുതി ചെയ്യുമായിരുന്നു. പിന്നെയും കോഴിക്കുരുതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 4 അയ്യപ്പന്മാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. മലയരെ രാജകുമാരിയിൽ രാജാവിനുണ്ടായ മണികണ്ഠൻ, അത് സെപ്പറേറ്റാണ്. അവിടുത്തെ പൂജാരി ഉദയനൻ കൊന്ന ശേഷം ആ പൂജാരിയുടെ മകൻ ജയന്തൻ ഉദയനൻ്റെ തടവിൽപ്പെട്ട 12 രാജകുമാരി വിവാഹം കഴിച്ച് ഉണ്ടായ ആര്യൻ അല്ലെങ്കിൽ അയ്യൻ
കേരളവർമ്മൻ അല്ലെങ്കിൽ അയ്യൻ രാജശേഖരൻ, അദ്ദേഹമാണ് ശബരിമല അമ്പലം പുതുക്കിപ്പണിഞ്ഞ ആൾ. അമ്പലം പുതുക്കിപ്പണിഞ്ഞ് അവിടുത്തെ പുരോഹിത്യ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു. മൂന്നാമത്തെ ആൾ ഒരു ഈഴവനായ പന്തളം സൈന്യത്തിലെ സേനാനായകനായ വ്യക്തി. അദ്ദേഹം ചീരപ്പഞ്ചിറക്കൽ തറവാട്ടിൽ പോയി ആയോധന വിദ്യ അഭ്യസിച്ച് ആലങ്ങാട്ടുകാരെയും അമ്പലപ്പുഴക്കാരെയും പന്തളം സൈന്യത്തെയും ചേരിക്കൽ സൈന്യത്തെയും കറുത്തെയും കറുപ്പയും മല്ലനെയും വില്ലനെയും എല്ലാം ചേർത്തിട്ട് വന്നിട്ട് അവസാന യുദ്ധത്തിൽ ഉദയനെയും കൂട്ടരെയും മുഴുവൻ നശിപ്പിച്ച അവരുടെ ആയുധങ്ങൾ മുഴുവൻ ശരം കുത്തിക്കൊണ്ട് താപ്പോട്ട് എറിഞ്ഞു കളഞ്ഞ ഒരാൾ. നാലാമത്തത് അവൈധ ഗർഭത്തിൽ ജനിച്ച കുട്ടി രാജകുമാരിയെ പ്രേമിച്ച് കൊല്ലപ്പെട്ടയാൾ. ഈ 4 അയ്യപ്പനും 4 അയ്യപ്പന്മാരാണ്. ഇവർ ചരിത്ര പുരുഷന്മാരാണ്. ഈ 4 അയ്യപ്പന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കുഴച്ച് കേൾക്കുന്ന ആളുകൾക്ക് ചരിത്രപരമായ വലിയ സംശയമാണ്. ഈ 4 അയ്യപ്പനും നമ്മൾ ആരാധിക്കുന്ന അയ്യപ്പനും നമ്മൾ യാതൊരു ബന്ധവുമില്ല. നമ്മൾ ശബരിമല ആരാധിക്കുന്ന അയ്യപ്പൻ, അദ്ദേഹം പുരാണങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്ന വളരെ വലിയ ശൈവ സങ്കല്പത്തിലുള്ള ആളാണ്. ആ വിശ്വാസം ആ രീതിയിൽ കൊണ്ടുപോകണം. അപ്പോൾ ഈശ്വരനായ അയ്യപ്പനെയും ചരിത്രപുരുഷന്മാരായ 4 അയ്യപ്പന്മാരെയും കൂട്ടിക്കുഴച്ച് വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കണം. അത് അയ്യപ്പ ഭഗവാനോട് ചെയ്യാവുന്ന ഏറ്റവും എളിയമായ ഒരു കാര്യമാണ്. അങ്ങനെ 1370 മുതൽ നടന്ന സംഭവങ്ങൾ. പക്ഷേ ഈ 4ാമത്തെ സംഭവം പറയുന്നത്, അതായത് ഈ ഈഴവനായ പന്തളം സൈന്യത്തിലെ സേനാനായകൻ രാജകുമാരിയെ പ്രേമിച്ചിട്ട് കൊല്ലപ്പെട്ട സംഭവം, അത് AD 1706 നടന്നൊരു സംഭവമാണ്. 1706 ആദ്യത്തെ അയ്യപ്പൻ വരുന്നത് 1390 രണ്ടാമത്തെ അയ്യപ്പൻ വരുന്നത് 1420 മൂന്നാമത്തെ അയ്യപ്പൻ വരുന്നത് 1490 1500 പീരീഡിലാണ്. ലാസ്റ്റ് അയ്യപ്പൻ വരുന്നത് 1706 4 അയ്യപ്പന്മാരെ കൂട്ടിക്കുഴക്കരുത്. വേറൊരു ചരിത്രപരമായ തെറ്റ് തിരുമല നായ്ക്കനെ കണക്ട് ചെയ്യുമെന്ന് പറയുന്ന കഥയാണ്. തിരുമല നായ്ക്കൻ പാണ്ഡ്യന്മാരെ അവിടെ നിന്ന് ഓടിച്ചു. അങ്ങനെ പാണ്ഡ്യന്മാരെ അവിടെ നിന്ന് ഓടിച്ചു കഴിഞ്ഞപ്പം അവർ കേരളത്തിൽ വന്ന് തിരുവിതാംകൂർ രാജാവിൻ്റെ സഹായം തേടി നിന്നൊരു കഥ. തിരുമല നായ്ക്കൻ ഭരിച്ചിരുന്നത് 1620 തൊട്ട് ഒരു 1659 വരെയുള്ളൊരു കാലഘട്ടത്തിലാണ്. 35 വർഷമാണ്. ഈ തിരുമല നായ്ക്കൻ ഒരിക്കൽ പോലും ശബരിമല ആക്രമിച്ചിട്ടില്ല. തിരുമല നായക്കൻ്റെ കാലത്ത് പാണ്ഡ്യരാജാക്കന്മാരില്ല. പാണ്ഡ്യരാജാക്കന്മാർ AD 1321 കഴിഞ്ഞപ്പോഴേക്കും കേരളത്തിലേക്ക് വന്നു. അത് പൂഞ്ഞാർ രാജവംശവും പന്തളം രാജവംശമായി രൂപാന്തരപ്പെട്ടു. അങ്ങനെ തിരുമല നായക്കൻ ഭരണത്തിൽ വരുന്ന ഒരു 300 വർഷത്തിന് മുമ്പ് തന്നെ പാണ്ഡ്യന്മാർ പാണ്ഡ്യദേശം വിട്ടിരുന്നു. അതുകൊണ്ട് തിരുമല നായക്കനെയും പാണ്ഡ്യരാജാക്കന്മാരെയും കൂട്ടിക്കുഴച്ചുള്ള കഥയ്ക്ക് ചരിത്രപരമായി നിലനിൽപ്പില്ല. ഇനി തിരുമല നായക്കൻ തിരുവിതാംകൂർ ആക്രമിച്ചു. അതെന്നാണ് AD 1629. അന്നാണ് തിരുവിതാംകൂറിലെ പ്രഗത്ഭനായ ഇരവിക്കുട്ടിപ്പിള്ള പടത്തലവൻ തിരുമല നായക്കനെ നേരിടുകയും തിരുവിതാംകൂർ സൈന്യത്തിൽ തന്നെ ഒരാളിനെ തിരുമല നായക്കൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് അവൻ പുറകിൽ നിന്ന് കുത്തി ഇരവിക്കുട്ടിപ്പിള്ള പടത്തലവനെ കൊല്ലുകയും ചെയ്തു. അത് തെക്കൻ പാട്ടുകളിലെ പ്രസിദ്ധമായൊരു പാട്ടാണ്. അത് 1629. അതുകൊണ്ട് തിരുമല നായക്കനെയും ശബരിമലയും നമ്മൾ കണക്ട് ചെയ്ത്, അയ്യപ്പനെ നമ്മൾ കണക്ട് ചെയ്ത് കഥ പറയരുത്. പാണ്ഡ്യന്മാർ അതിന് 200 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെത്തിയിരുന്നു. അത് ചരിത്രപരമായ മറ്റൊരു പ്രശ്നമാണ്. അങ്ങനെ 1793 ടിപ്പുവിൻ്റെ പടയോട്ടത്തിന് ശേഷം സൈന്യത്തിന് പൈസ കൊടുക്കാനില്ലാതായപ്പോൾ അതിന് പ്രതിഫലമായി തിരുവിതാംകൂർ രാജാവ് പൈസ ചോദിച്ചു. അപ്പോൾ ശബരിമല റാന്നി കർത്താക്കന്മാരുടെ കയ്യിൽ പന്തളം രാജാവ് കൊടുത്തിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആ ക്ഷേത്രത്തിലെ വരുമാനം കഷ്ടിച്ചതിൻ്റെ ചെലവിന് ഉണ്ടാവും. ബാക്കി ഉള്ള പൈസ മാത്രമേ അവർ പന്തളം രാജാവിന് കൊടുത്തിരുന്നുള്ളൂ. അപ്പം വരവും ചെലവും ഏകദേശം തുല്യമായിരുന്നു അന്ന്. 1793 ഈ തിരുവിതാംകൂറിൽ നിന്ന് ശബരിമലയിൽ നിന്ന് പൈസ ശേഖരിക്കാനുള്ള അവകാശം പന്തളം രാജാവ് തിരുവിതാംകൂർ രാജാവിന് കൊടുത്തു. അങ്ങനെ തിരുവിതാംകൂർ രാജാവിന് കൊടുത്തപ്പോൾ രാജാവ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ബ്രാഹ്മണനെയും 2 നായന്മാരെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് ആദ്യമായി ബ്രാഹ്മണർ ശബരിമല എത്തുന്നത്. ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ആളുകൾ വരുമ്പോൾ നാണയങ്ങൾ എറിയും. സ്വർണ്ണ നാണയവും വെള്ളി നാണയം എറിയും. കുറച്ച് പേര് കാശും എറിയും. അത് 18-ാം പടിയിൽ
എറിഞ്ഞിട്ടത് താഴെ വന്ന് വീഴും. ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെലവ് കഴിഞ്ഞ് ബാക്കിയായി 2 ആനകളെ എല്ലാ വർഷവും തിരുവിതാംകൂർ രാജാവിന് കൊണ്ടു കൊടുക്കുമായിരുന്നു. റാന്നി കർത്താക്കന്മാരും അതിൻ്റെ ചാർജുള്ളവരും കൊണ്ടു കൊടുക്കുമായിരുന്നു. അങ്ങനെ തിരുവിതാംകൂർ രാജാവാണ് ആദ്യമായി ബ്രാഹ്മണരെ 1893 അവിടെ പ്രവേശിപ്പിക്കുന്നത്. അത് കഴിഞ്ഞൊരു 19 വർഷം കഴിയുമ്പോഴാണ് വാർഡൻ കോണർ 1816 ശബരിമല സന്ദർശിക്കുന്നത്. അപ്പോൾ ശബരിമലയെ പണ്ട് വിളിച്ചിരുന്ന പേര് ചാവേരി മല എന്നാണ്. മലയരന്മാരുടെ ഈശ്വര സങ്കല്പമാണ് ചാവേരി. അതുകൊണ്ട് ചാവേരിയുടെ മലയായതുകൊണ്ട് ചാവേരി മല എന്ന് വിളിച്ചു. 1814 വാർഡൻ കോണർ അതിനെ വിളിച്ച പേര് ചൗരിമല എന്നാണ്. CHOWRYMULLA ചൗരിമല. അത് ചാവേരി എന്നുള്ളത് ചവരി എന്നാക്കി. 1861 ഈ ചൗരിമല എന്നുള്ളത് ശബരിമല എന്നാക്കി മാറ്റിയത്. ജാർഖണ്ഡിൽ രാമായണ കാലത്ത് ഉണ്ടായിരുന്ന ശബരി ഗോത്രം ഉണ്ടായിരുന്നു. അതിൽ ശബരിയെ ശ്രീരാമൻ കാണുന്ന കഥയുണ്ട്. ജാർഖണ്ഡിലെ പ്രസിദ്ധമായ നദി, ശബരി താമസിച്ച നദിയാണ് പമ്പ. ആ 2 പേരും ശബരിമലയിൽ കൊണ്ടുവന്നു. പമ്പാ നദിയുടെ പഴയ പേര് പാവുമ്പ നദി എന്നാണ്. അതിനെ രാമായണത്തിലെ പമ്പാ നദിയുമായി സിങ്ക്രണൈസ് ചെയ്തു. എന്നിട്ട് ചാവേരി മലയെ ശബരിമലയാക്കി മാറ്റി. ഇത് 1860 ഉണ്ടാക്കിയ ഒരു മാറ്റമാണ്. അതുവരെ ചൗരിമല എന്ന് വിളിച്ചിരുന്നു. അവിടെ ആണ്ടിൽ 5 ദിവസം ഉത്സവത്തിനെല്ലാം കൂടി 10 മുതൽ 15,000 പേര് മാത്രമേ ആകെ വന്നിരുന്നുള്ളൂ. 5 ദിവസത്തേക്ക്. ഒരു ദിവസം 3000 പേര് വെച്ചിട്ട്. അവിടുത്തെ കാര്യമായിട്ടൊന്നും മോഷ്ടിക്കാൻ പറ്റത്തില്ല എന്ന് വാർഡൻ കോണർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് അത് എഴുതി 1816 പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് കേരള ഗസറ്റേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകം മെമ്മോയേഴ്സ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകമുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് പോയി വാങ്ങിക്കാൻ പറ്റും. അതിനകത്ത് ശബരിമലയുടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി ശബരിമല എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് 1850 കഴിഞ്ഞപ്പോഴേക്കും ശബരിമലയ്ക്ക് രൂപവും ഭാവവും മാറാൻ തുടങ്ങി. അങ്ങനെ രൂപവും ഭാവവും മാറിക്കഴിഞ്ഞപ്പോഴാണ് പുതിയ രീതിയിൽ അവിടെ ഉണ്ടായത്. 1902 അവിടെ തീ കത്തിയത്. അവിടെ നെയ്യഭിഷേകം ചെയ്ത ശേഷം അത് കത്തിച്ച തീ അൺകൺട്രോളായിട്ട് പോയി. അവിടെ ചെമ്പ് പാകിയിരുന്നു അതിൻ്റെ മേൽക്കൂര. അതിൻ്റെ മുകളിൽ പുല്ല് വളർത്തിയിരുന്നു അടിയിൽ തണുപ്പ് കിട്ടാൻ വേണ്ടി. ആ പുല്ല് ഉണങ്ങിയിരുന്നതിന് തീ കത്തി. ഈ നെയ്യ് കത്തിക്കൊണ്ടിരുന്നത് മേളിലോട്ട് പോയി തീ കത്തിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രം കത്തിയിട്ട് അത് പുനർനിർമ്മിക്കാൻ 2 കൊല്ലം കൊട്ടേഷൻ വിളിച്ചു. ആരും പോയില്ല. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ മാവേലിക്കര പോളച്ചിറക്കലെ കൊച്ചുമ്മൻ തരകൻ അത് ഏറ്റെടുത്തു. എൻ്റെ ഫാദറിൻ്റെ ബ്രദർ വിവാഹം കഴിച്ചിരിക്കുന്ന അമ്മാമ്മയുടെ അങ്കിളാണ് ഈ പോളച്ചിറക്കൽ കൊച്ചുമ്മൻ തരകൻ. ആ കൊച്ചുമ്മൻ തരകൻ ടെൻഡർ എടുത്തു. പക്ഷേ പമ്പയിൽ നിന്ന് മേപ്പോട്ട് സാധനം കയറ്റിക്കൊണ്ട് പോകുന്ന വലിയ ചിലവുള്ള പരിപാടിയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇടുക്കി റൂട്ടിൽ കൂടെ പോയിട്ട് മുകളിൽ നിന്നും താപ്പോട്ട് സാധനം കൊണ്ടുവരാൻ തുടങ്ങി. മെജോറിറ്റി ഓഫ് സാധനങ്ങൾ. അപ്പോൾ പോയ വഴി കൂടെ അല്ല, പറഞ്ഞ വഴി കൂടെ അല്ല സാധനം കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് ഈ പൈസ കൊടുക്കാൻ തയ്യാറായില്ല. അവിടെയാണ് കൊച്ചുമ്മൻ തരകൻ ബുദ്ധിമുട്ടിലായി. അദ്ദേഹം കേരളത്തിലെ ഹൈവേ ഉൾപ്പെടെ ഒരുപാട് സംഗതികൾ പണിഞ്ഞിട്ടുള്ള മനുഷ്യനാണ്. ആദ്യ ഹൈവേയുടെ റിപ്പയർ അദ്ദേഹം ചെയ്തിരുന്നതാണ്. ആ സമയത്ത് ഈ പൈസ വാങ്ങിക്കാൻ വേണ്ടി അദ്ദേഹം തിരുവനന്തപുരത്തെത്തിയപ്പോൾ രാജാ രവിവർമ്മ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. രാജാ രവിവർമ്മയ്ക്ക് രാവണനെ വരയ്ക്കാനൊരു രൂപം വേണം. അന്ന് ആളുകളൊരു മോഡലിനെ ഇരുത്തിയിട്ടാണ് വരയ്ക്കുന്നത്. പക്ഷേ അത് വരയ്ക്കാനുള്ള മോഡലിനെ ഇദ്ദേഹം തപ്പി നടക്കുമ്പോഴാണ് കൊച്ചുമ്മൻ തരകനെ കാണുന്നത്. കൊച്ചുമ്മൻ തരകനോട് പറഞ്ഞു, അങ്ങ് എനിക്കൊരു മോഡലായിട്ടിരിക്കാവോ? കാര്യം രാജാ രവിവർമ്മയുടെ നീസാണ് അവിടുത്തെ തമ്പുരാട്ടിമാർ. സേതുലക്ഷ്മി ഭായും പാർവതി ഭായും ഒക്കെ അവരുടെ ഈ രാജാ രവിവർമ്മയുടെ നീസോ ആണ്. മാവേലിക്കര കൊട്ടാരത്തിൽ നിന്ന് ദത്തെടുത്താണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കൊച്ചുമ്മൻ പറഞ്ഞു, ഞാൻ മോഡലായിട്ടിരുന്ന് തരാം, എനിക്ക് പൈസ ഒന്ന് വാങ്ങിച്ചു തരാമെന്ന് ചോദിച്ചു. തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചുമ്മൻ തരകൻ മോഡലായിട്ടിരുന്നു. ഇന്ന് നമ്മൾ ജടായുവിനെ വെട്ടുന്ന ആ ചിത്രം കാണുമ്പോൾ അവിടെ ജടായുവിനെ വെട്ടുന്ന രാവണൻ
ഈ ശബരിമല അമ്പലം പുതുക്കി പണിഞ്ഞ കൊച്ചുമ്മൻ തരകനാണ്. അപ്പോൾ കൊച്ചുമ്മൻ തരകൻ എങ്ങനെ ഇരിക്കണമെന്ന് അറിയണമെങ്കിൽ ആ രാജാരവിവർമ്മയുടെ ചിത്രം കണ്ടാൽ മതി. രാജാരവിവർമ്മ വാക്ക് പാലിച്ചു. അദ്ദേഹം പൈസ വാങ്ങിച്ചു കൊടുത്തു, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വാങ്ങിച്ചു കൊടുത്തു. പണി വീണ്ടും പുനരാരംഭിച്ചു. 6 മാസം നിന്ന പണി പുനരാരംഭിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചുമ്മൻ തരകന് വസൂരി രോഗം വന്നു, അദ്ദേഹം മരിച്ചു. അത് ആ ശബരിമല അമ്പലം പണിയാൻ വേണ്ടി പോയ ആ കഷ്ടപ്പാടും അവിടെ തൊഴിലാളികളുമായിട്ട് ഇടപെടുന്നതിനകത്താണ് അദ്ദേഹത്തിന് പകർച്ചവ്യാധി പിടിച്ചത്. ശബരിമല അമ്പലത്തിൻ്റെ രക്തസാക്ഷിയാണ് കൊച്ചുമ്മൻ തരകൻ. കൊച്ചുമ്മൻ തരകൻ മരിച്ചപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ കോൺട്രാക്റ്റ് തുടരാൻ ബാധ്യസ്ഥയായി. ആ ഭാര്യ അവിടുത്തെ പള്ളിയിലെ അച്ഛനുണ്ടായിരുന്നു, ഓർത്തഡോക്സ് പള്ളിയിലെ അച്ഛൻ, വടക്കേ തലക്കൽ സക്രിയ കശീശ, എൻ്റെ അകന്ന ബന്ധുവാണ്, എൻ്റെ മുത്തച്ഛന്മാരുടെ അകന്ന ബന്ധുവാണ്. അദ്ദേഹം ആ പണി ഏറ്റെടുത്തു. അങ്ങനെ ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനാണ് ശബരിമല അമ്പലം പുതുക്കി പണിഞ്ഞത്. അത് ഹിന്ദുക്കൾ അവരുടെ അമ്പലമായി കരുതുന്ന അമ്പലമാണ്. പക്ഷേ അതിൻ്റെ കോൺട്രാക്ട് എടുത്തൊരു ക്രിസ്ത്യാനിയാണ്. അത് പുതുക്കി പണിഞ്ഞ് തീർത്തത് ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനാണ്.